ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ, പുതിയ അപ്ഡേറ്റ്സിനെ കുറിച്ചോ ട്രെയിനിങ്ങിനെ കുറിച്ചോ സെമിനാർസിനെ കുറിച്ചോ കോച്ചിങ്ങിനെ കുറിച്ചോ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷനിൽ 2 വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. 2 ലിങ്ക് ഉണ്ട്. ഒന്ന് ഇംഗ്ലീഷിൽ ഉള്ള ലിങ്കാണ്, ഒന്ന് മലയാളത്തിൽ ലിങ്ക്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്രം അറിയാമെങ്കിൽ ഇംഗ്ലീഷ് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് മലയാളം മാത്രം അറിയാമെങ്കിൽ മലയാളം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് 2 ലാംഗ്വേജും അറിയാമെങ്കിൽ, കംഫർട്ടബിൾ ആണെങ്കിൽ 2 ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം. I'll see you in the group. Before you tell anything, what is that you want to achieve by this end of the session? എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്? ക്ലാരിറ്റി. ഫ്യൂച്ചറിനെ പറ്റി ഒരു ക്ലാരിറ്റി കിട്ടണമെന്നുണ്ട്. ഒരു സ്കെയർ ആണ് ഇപ്പോൾ ഉള്ളത്. Okay, don't give me anything. You want to have clarity about your future. Is that correct? Yes. Okay. ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങൾ ഹെൽത്ത് ആവാം, മൈൻഡ് ആവാം, ഫാമിലി ആവാം. What? Which area? Be very specific and give me one. Sorry? Dream. About your dream. Now, what is the dream? Is it something to do with what is it about to do with? Is it something to tell me? Is it before you tell something? Is the dream about your profession, your career, your what is it? Career and life. Don't go into that. Okay, life and career. Okay, very good. Which is more important, this one? Is it a life on important or career or no? Now career. So let's focus on career. Yes. അതിലൊരു ക്ലാരിറ്റി കൊണ്ട് നിങ്ങൾ ഹാപ്പി ആവും. Yeah, sure. Okay, ലൈഫ് നമുക്ക് പിന്നെ ചെയ്യാം. Okay? Yes. Okay, അത് പെയ്ഡ് വേർഷൻ ആയിട്ട് ചെയ്യാം. ഞാൻ പൈസ വാങ്ങിച്ചോളാം. Let's see. ഇപ്പൊ ഞാൻ ഇത് ഭയങ്കര നഷ്ടക്കച്ചവടം കേട്ടോ. ഇത് എനിക്ക് കിട്ടുന്ന പൈസ ഒക്കെ ഞാൻ വെറുതെ ഇരുന്നിട്ട് എല്ലാരും നന്നാക്കണം. Okay. No, you will catch it. Okay. Why career? എന്തിനാണ് why is career so important for you? Okay, ഞാൻ അത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു ഷോർട്ട് ഒരു ഇൻസിഡന്റ് let's go straight. I'll help you. Okay. No, why career? കരിയർ 25 ഏജ് വരെ എനിക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ബട്ട് 25 ശേഷം ഒരു ഫാദറിന്റെ ഒരു ഇഷ്യൂ കാരണം, നോട്ട് ഇഷ്യൂ, അവർക്ക് അസുഖമായപ്പോൾ എന്റെ മൈൻഡ് ഫുൾ ആയിട്ട് ചേഞ്ച് ചെയ്തു. അതുവരെ ഉണ്ടായിരുന്ന ഒരു ഡ്രീം കരിയർ ഞാൻ ചേഞ്ച് അല്ല, അത് ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം പിന്നീട് എനിക്ക് ലാസ്റ്റ് 3 years ആയിട്ട് ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. പിന്നീട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ സ്കില്ലെല്ലാം എനിക്കുണ്ടെന്ന് നല്ല വിശ്വാസമുണ്ട്. പക്ഷെ മൈൻഡ് ഓൾവേസ് ചേഞ്ചിങ്. ആ സമയത്ത് പ്രസന്റ് മൊമെന്റിൽ ഞാൻ എവിടെയാണോ അതിൽ മാത്രം ഫോക്കസ്ഡ് ആണ്. ആ സമയത്ത് ഡ്രീമിലും കരിയറിലും എന്റെ റെസ്പോൺസിബിലിറ്റി അടക്കം ഞാൻ മറന്നിട്ട് ആ പ്രസന്റ് മൊമെന്റ് എന്തോ അതിലിങ്ങനെ എൻജോയ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പൊ അതാണ് ഇപ്പൊ കരിയർ ഏതെടുക്കണം എന്നുള്ളത്. ഏത് കരിയർ എടുത്താലും ഐ എം ബെസ്റ്റ് എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. അപ്പോ ഞാനിപ്പോ ഒരു കരിയറിൽ നിങ്ങൾ ബെസ്റ്റ് ആയിരിക്കും. whatever career you are doing, am I right? Yeah, if you dream career ഇപ്പോ എത്തിയിട്ടില്ല. Is that correct? I just want to Yes. Okay. I didn't reach it. You didn't reach it. Okay. Right. So let's stop here, okay? So you are 28 years old? Yes. Okay, great. കാരണം 25 വരെ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടായി. 25 നിങ്ങൾക്ക് ഫാദറിന് സിക്നസ് വന്നപ്പോൾ നിങ്ങളുടെ ജോബൊക്കെ ഇത് കുറച്ച് ഷട്ട് ഡൗൺ ചെയ്തിട്ട് യു ഫോക്കസ് ഓൺ യുവർ ഫാദർ. ഇസ് ദാറ്റ് റൈറ്റ്? Yes. എന്റെ ഡ്രീം അവിടെ ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾ ഫാദർ. Now let me ask you, is your father still alive? Sorry for asking that. Yes. Thank God. May the Creator give him more health to survive and be in this world. So here we go. So this was your dream project. എത്രയോ വലിയ ഡ്രീമാണ് നിങ്ങൾക്ക്. അവിടെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഫാദർ പെട്ടെന്ന് വഴിയാതായത്. നിങ്ങൾ ഡ്രീം വിട്ടിട്ട് ഫാദറിന്റെ അടുത്തേക്ക് വന്നു. You do the right job. Yeah, I did it right job. എത്ര പേര് അംഗീകരിക്കുന്നുണ്ട് ആ ഡ്രീം പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഡ്രീം ആയിട്ടുണ്ടായിരുന്ന എനിക്ക് ഇന്നത് എത്തണം എന്ന് പറഞ്ഞ ഒരു വ്യക്തി അതിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ അപ്പോഴാണ് സ്വന്തം അച്ഛൻ്റെ സുഖമില്ലാതാവുമ്പോൾ അതെല്ലാം വിട്ടിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് വരുന്ന ഇയാൾ ചെയ്ത് തെറ്റാണോ? Absolutely no. Okay? You have done a fantastic job because that becomes purpose of your life. Is that correct? ആ ഒരു സമയത്ത് നിങ്ങളുടെ purpose, നിങ്ങളുടെ ഡ്രീം എല്ലാം നിങ്ങളുടെ ഫാദർ ആയിരുന്നു. Is that right? Yes. Okay, so you have done a fantastic job and I really appreciate that. There's nothing wrong in it, okay? Number 2, അതിന്റെ കാരണം അതൊരു എക്സ്ക്യൂസ് ആക്കി എടുക്കരുത്. Now what you did is you made that an excuse. അതൊരു എക്സ്ക്യൂസ് ആക്കി മാറ്റിയിട്ട് പറഞ്ഞു എൻ്റെ ഫാദറിന് വയ്യാതെ ആയപ്പോൾ എൻ്റെ ഡ്രീം പോയി. No, ഫാദറിന് വയ്യാതായി, കുറച്ചൊന്ന് ബ്രേക്ക് ചെയ്തു. Now let me work on the dream.
Are you getting me? Yes. Never, now hereafter from today onwards, ഇന്ന് മുതൽ നിങ്ങൾ ആ വാക്ക് പറയാൻ പാടില്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, സുഹൃത്തല്ല, he became my student later on. ആ വ്യക്തി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറയാന്നറിയോ? എനിക്ക് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. എപ്പോഴും ഫസ്റ്റിലെ കൺവെർസേഷൻ തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള വ്യക്തി. ഞാൻ പറഞ്ഞു അന്ന് മുതൽ അത് പറയാൻ പാടില്ല. Why he was taking that as an excuse? ആ വ്യക്തിക്ക് ഇന്ന് US-ലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ബിസിനസ് ഉണ്ട്. വ്യക്തി 10ാം ക്ലാസ് പാസ്സായിട്ടില്ല ആള്. എത്ര പേർക്ക് മനസ്സിലായത്? ഈ വ്യക്തി 10ാം ക്ലാസ് പഠിച്ചില്ല, ഗോട്ടെന്ന് പറയാം, 10ാം ക്ലാസ് പഠിച്ച പേര് നമ്മൾ പറഞ്ഞ റഹീം ഖാൻ ഞാൻ വിളിക്കല്. ഓക്കെ, ചിലർക്ക് അറിയണ്ടാവും. ഹീസ് ഫ്രം ദ എറണാകുളം ഡിസ്ട്രിക്ട്. വളരെ വലിയ ബിസിനസ് മാനാ. Why? Because you always say 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടില്ല എന്ന് പറയും. Don't tell that, for God's sake. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാരിറ്റി എല്ലാം പോവും. You are going backwards. Similarly, from today onwards, can you stop saying that ഫാദറിന്റെ കാരണം എൻ്റെ ഡ്രീം പോയി എന്നുള്ളത്? Can you stop saying that to yourself? വേറെ ആരോടും വേണ്ട, നിങ്ങളോട് പറയാൻ നിർത്താൻ പറ്റുമോ? തീർച്ചയായും. കാരണം that becomes your brake. മനസ്സിലാക്കുക, there are two things, either brake or accelerator. നിങ്ങൾക്ക് രണ്ടും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാറ് മേലൊക്കെ പോകുമ്പോൾ, if you are applying both together, the accelerator and the brake, will the car move forward? ആ വാഹനം മുമ്പോട്ട് പോകും. നിങ്ങൾ ആക്സിലറേറ്ററും ബ്രേക്കും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്ത് അപ്ലൈ ചെയ്താൽ പോകും മുമ്പോട്ട്? യെസ് ഓർ നോ? ഐ വാണ്ട് എവരിവൺ ടു ആൻസർ. യെസ് ഓർ നോ? ഒരു കാർ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് ഒരു മല കയറി പോകുമ്പോൾ, അപ്പ് ഹിൽ പോകുമ്പോൾ ആക്സിലറേറ്ററും പ്രസ് ചെയ്തിട്ട് അതേ സമയത്ത് ബ്രേക്കും, it won't go. So I want you to take off your pedal from your what you call brake. Is that fine with you? Yes. That's because you're talking to yourself. The father ne kanikku motto. No, father gave you the education. Did he give you the education, proper education? Yes, yeah, sure. Am I right? So take that in a positive sense. Now tell me. Now let's work out on your future. Is that fine? Let's work out on your future. Okay. Tell me, what is the job that you're looking for? ഞാൻ ഡ്രോപ്പ് ചെയ്തത് UPSC ആയിരുന്നു. ഇപ്പോ ഞാൻ ഒരു ബിസിനസ് ഡെവലപ്മെന്റ് ബന്ധപ്പെട്ട ഒരു കരിയറാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഒരു കഥ പറയട്ടെ. യെസ്. അത് നന്നായി നിങ്ങൾക്ക് ഫാദറിന് സുഖമില്ലാതെ നിങ്ങൾ ആ ഡ്രീം പ്രൊജക്റ്റ് ഒഴിവാക്കി, UPSC ഒക്കെ ഒഴിവാക്കി നിങ്ങൾ ഈ ഒരു ഇതിലേക്ക് വന്നത്, നിങ്ങൾ ചെന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. എത്ര പേര് അംഗീകരിക്കുന്നുണ്ട്? I'll tell you, only business people can bring changes in this world. Do you agree to that? Entrepreneurs and business leaders can bring changes in the world. It's not that position like a collector or something. That's only for അതിന് ചെലവാക്കുന്ന ടൈമും എഫേർട്ടും നിങ്ങൾ ഈ ഒരു ബിസിനസ്സിലേക്കോ അതിലേക്കോ നിങ്ങളുടെ എഫേർട്ട്, you can bring changes in your life and the life of other people. Do you agree to that? Yeah, sure. You have the courage, and I don't see that charm in your voice. Yes or no? Yes. Okay. So I believe that it was good that you stopped that UPS and then you're moving towards your current career. Now tell me, what is that you want to be? I want to move on my current career. Okay, what is that? It's ഒരു എഡ്യൂക്കേഷൻ പ്രോജക്റ്റ് ആണത്. ആക്ച്വലി ലാസ്റ്റ് 10 years ഫ്രം ആഫ്റ്റർ +2 ഞാനൊരു നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നുണ്ട്. മൾട്ടിപ്പിൾ സ്റ്റുഡൻസ് ആർ സ്റ്റഡിങ് ഡിഫറെന്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആൾസോ. ഇറ്റ്സ് നോട്ട് എ പ്രോഫിറ്റ്. കാരണം എൻ്റെ എഡ്യൂക്കേഷന് കിട്ടിയത് ആ ഒരു സിറ്റുവേഷനിൽ ആരും ഹെൽപ്പ് അല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരുപാട് സ്റ്റുഡൻസിനെ ഒരു റൂറൽ വില്ലേജിൽ നിന്ന് ഡെവലപ്പ് ചെയ്തു. 10 years ആയിട്ട് അതിലൂടെ ഒരുപാട് കുട്ടികൾ ഇന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്നുണ്ട്. More than profit. Is it in India or international? In India. Okay. Go ahead. Okay, go ahead. Okay. Wings of Hope എന്നാണ് അതിന്റെ പേര്. Wings of Hope ലൈഫ് ലോങ് ലേണിംഗ് ആണ്. അപ്പൊ ഞാൻ രജിസ്ട്രേഷൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അതിന്റെ 5th year ആനിവേഴ്സറിക്ക് ഓൾമോസ്റ്റ് 1100 സ്റ്റുഡൻസിനെ ഗ്യാദർ ചെയ്തുകൊണ്ട് ഒരു എക്സ്പ്ലോർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു. അതിലൂടെ മലപ്പുറം ഡിസ്ട്രിക്റ്റിലായിരുന്നു ആ പ്രോഗ്രാം. അതിലൂടെ ഒരുപാട് കുട്ടികൾ CUCT സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിലൂടെ ഒരുപാട് മൾട്ടിപ്പിൾ ഇന്നിപ്പോ ഇന്ത്യയിലും ഒട്ടുമിക്ക സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും പഠിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഇപ്പത്തെ നമ്മളൊരു ധൈര്യം എന്ന് പറയുന്നത്. അതിലൂടെ റീസെന്റ് ഒരു കൈറ്റ് ഗൈഡൻസ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തു. സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടികൾക്ക് ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടുള്ളവർക്ക് ഓൺലൈനായിട്ട് ടീച്ചിങ് അവർക്ക് ജോബ് കൊടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്തത് ഒരു 3 month ആയി. പിന്നെ അങ്ങനെയാണ് ഇപ്പോ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നിങ്ങൾ ഓൾറെഡി അച്ചീവ് ചെയ്തില്ല. അത് വാട്ട് ഈസ് ദാറ്റ് യു വാണ്ട് ടു അച്ചീവ് നെക്സ്റ്റ്? ഈ പറഞ്ഞ ഈ ലീഡർ, ഈ ഒരു വ്യക്തി
നല്ല കാര്യമാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കേണ്ടത് നല്ലതാണെന്നുള്ളത്? ഇയാൾ ആർക്കൊക്കെയോ ഫ്രീ ആയിട്ടൊക്കെ പഠിപ്പിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞത് നല്ല കാര്യമാണോ? എത്ര പേര് അംഗീകരിക്കണ്ടേ? Okay, you can see the result coming in the chat. Okay, now tell me, are you happy with what you're doing right now? ഷുവർ. എനിക്ക് എപ്പോൾ ഡൗൺ ആയാലും കോൺഫിഡൻസ് ഈ കുട്ടികളെ കാണുമ്പോൾ തന്നെയാണ്. Beautiful, absolutely fantastic. You're doing a great job for the society. That's number one. Am I right? You're doing a great job, and I think അതിന്റെ ഒക്കെ റീസൺ ചിലപ്പോൾ നിങ്ങളുടെ ഫാദർ ആയിരിക്കാം. Do you agree to that? Do you agree to that? That's not an excuse, that's a blessing. നിങ്ങളുടെ ഫാദറിന് അവിടെ കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാനും നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റാനും ആ ട്രാക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാനും ദാറ്റ്സ് എ ബ്ലെസ്സിങ് ഫോർ യു. ദാറ്റ്സ് വൈ അതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ 1000 ആൾക്കാർക്ക് 1000 കുട്ടികൾക്ക് ഇപ്പോൾ അവർക്ക് അവരെ നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി. Is that correct? Yes, yes. You're happy with that one? Yeah, I'm too happy by that. Okay, you have to be too happy because you're bringing change, you're creating leaders for the next generation. Is that right? Yes. Okay, now tell me what's next that you want to achieve? കറന്റ്ലി സ്ട്രഗിൾ ചെയ്യുന്നത് ഈവൻ ആ ഫാദറിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഏർണിങ്സ് എന്റെ കയ്യിലില്ല. Okay. ഒന്ന് ബെസ്റ്റ് ആയി കിട്ടിയ മേ ബി ഐ ക്യാൻ മേക്ക് ദം മോർ ഹാപ്പിനെസ് ബിക്കോസ് അവർ ഇത്രയും കഷ്ടപ്പെട്ടു. സോ എനിക്ക് മാക്സിമം കൂടെ നിൽക്കണം. Okay, let's talk about the earning part. എങ്ങനെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഒരു പോസിറ്റീവ് തിങ്ക് ഇത് ഞാൻ കണ്ടു. ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ നല്ലൊരു പോസിറ്റീവ് തിങ്കാണ്. രണ്ടാമത്തെ ക്വാളിറ്റി ഞാൻ നിങ്ങളിൽ കണ്ടത് ദാറ്റ് ഈസ് കോൾഡ് മൈൻഡ്ഫുൾനെസ്. ഐ വോണ്ട് എവരി വൺ ടു ടൈപ്പ് മൈൻഡ്ഫുൾനെസ് ടൈപ്പ്. അത് ഞാൻ കണ്ടു നിങ്ങളിൽ. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പം അതിൽ മാത്രം ഫുൾ ഫോക്കസ്ഡ് ആണ്, ബാക്കിയുള്ള കാര്യം എൻ്റെ ഫ്യൂച്ചറിനെ പറ്റി ഞാൻ ചിന്തിക്കാറില്ല, ഞാൻ ഇത് എൻജോയ് ചെയ്യുന്നത് അല്ലേ? നിങ്ങൾ പറഞ്ഞു എല്ലാം മറക്കാണ്. അതൊരു ഭാഗ്യമാണ്. നിങ്ങൾ എത്ര പേര് അംഗീകരിക്കേണ്ടത്? അതൊരു ഭാഗ്യമാണ്. കാരണം നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ മറ്റേതാ ഓർമ്മ വരില്ല. മനസ്സിലായി? ഇപ്പം ചെയ്യേണ്ട കാര്യം മറന്നു പോയിട്ട് എവിടെ എത്തണം എന്നുള്ള ഓർത്തിട്ട് അതുണ്ടാവില്ല ഇതുണ്ടാവില്ല. ബട്ട് യു ആർ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആൻഡ് ലെറ്റ് മീ ടെൽ യു ദാറ്റ് ഈസ് എ വെരി പ്രൊഡക്റ്റീവ് നേച്ചർ ഓഫ് സംബഡി ഹു വാണ്ട്സ് റിസൾട്ട്. സോ യു ആർ ബ്ലെസ്ഡ് ഇൻ 2 things. ലെറ്റ് മീ ടെൽ യു ഇൻ ദാറ്റ് വൺ. നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഫാദറിനും മദറിനും നോക്കാൻ വേണ്ടിയിട്ടുള്ള ഏർണിംഗ് നിങ്ങൾക്ക് ഈ ഒരു വെഞ്ചറിൽ കിട്ടില്ല എന്നാണോ അതിന്റെ അർത്ഥം? അവരൊരു ഡ്രീമാണ് ഒരു വീട് വെക്കുക എന്നുള്ളത്. അപ്പോ ആ വീട് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോബ് വേണം. ഇസ് ദാറ്റ് റൈറ്റ്? യെസ്, അൽഹംദുലില്ലാ. ഇപ്പൊ വീട് ഓൾമോസ്റ്റ് സ്ട്രക്ചർ ഞാൻ ഫിനിഷ് ചെയ്തു. ലാസ്റ്റ് 5 months ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. കാരണം ദുബായിലായിരുന്നു ഞാൻ. കാരണം അവർക്ക് വയ്യാതായ ഉടനെ ഞാനൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് നാട്ടിൽ ഒന്ന് 6 months എന്റെ സ്കോളർഷിപ്പ് കിട്ടിയ ഫണ്ടൊക്കെ അവരെ അസുഖത്തിനും മറ്റും ഇത് ചെയ്തിട്ട് തീരാറായപ്പോ വേഗം ദുബായിൽ പോയി ഒരു 8 months വർക്ക് ചെയ്തു. കുറച്ച് ഏർണിങ്സ് ഉണ്ടായി. അപ്പൊ അവരുടെ ഡ്രീം ആയിരുന്നു. കാരണം ഞാൻ പുറത്ത് ഹോസ്റ്റലിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ നല്ല ലെക്ചർ ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അവർക്കൊരു നല്ലൊരു വീട്ടിൽ താമസിപ്പിക്കാന്നുള്ളതായിരുന്നു. സോ ഞാൻ തിരിച്ചു വന്നു വേഗം. വാട്ട് എവർ ഹാപ്പൻ ഐ ഡൺ. സ്ട്രക്ചർ ഫിനിഷ് ചെയ്തു വിത്തിൻ 5 months. നൗ ഐ എം ലുക്കിംഗ് ഗുഡ് ഓപ്പർച്യൂണിറ്റി ആൾസോ. സെയിം ടൈം എനിക്ക് ഈ സ്റ്റാർട്ട് ചെയ്ത ലാസ്റ്റ് 10 years ആയിട്ട് റൺ ചെയ്യുന്ന ഇത് നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകാൻ. You see, your object is very clear. You're a value-driven person. നിങ്ങൾ എനിക്ക് പരിചയപ്പെടണം കേട്ടോ. I'll meet you later on. So that's a very value-driven project that you're working on. Okay? Because you value your parents, you value the people as well. Now, പക്ഷെ ആ വാല്യൂ ആയിട്ട് മാത്രം നടന്നിട്ട് കാര്യമില്ല, പണവും വേണ്ട. എത്ര പേര് അംഗീകരിക്കേണ്ടത്? ഇത് വാല്യൂ ആയിട്ട് മാത്രം നടന്നു കഴിഞ്ഞാൽ നടക്കാൻ പോകില്ല. You need to earn some money. So tell me, what is the best way that you can earn money that gives you the freedom to work on your dream project as well? നിങ്ങളുടെ ഡ്രീം പ്രൊജക്റ്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ആളെ കീഴിൽ പോയി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടക്കാൻ പോകില്ല. അവിടെ ടൈം ബാരിയേഴ്സ് ഒക്കെ ഉണ്ട്. സോ ആസ്ക് യുവർ സെൽഫ്, ഹൗ ക്യാൻ യു ഏൺ ദ amount of money? എത്ര amount നിങ്ങൾക്ക് മാസം നിങ്ങൾക്ക് വേണ്ടത്? ടെൽ മീ. ഈ ഒരു ഡ്രീം ഒക്കെ കണ്ട്, ഒരു വീടുണ്ടാക്കുന്ന ഡ്രീം ഒക്കെ കൂടെ കണ്ടിട്ട് how much amount do you think that you should be getting as a salary or as an income or revenue, whatever it is? How much should you be getting on a monthly basis? Minimum I want 3 lakh rupees now. 3 lakh rupees. What can give you 3 lakh rupees? What is the skill and the knowledge that you have that can give you or provide you 3 lakh rupees? എത്ര പേർക്ക് ഇത് ക്ലിയർ ആവുണ്ട്? സേ ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ ടൈപ്പ് ചെയ്യാം. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഈ ഒരു 3 ലക്ഷം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള സ്കിൽ എന്താണ്, നിങ്ങളുടെ അടുത്തുള്ള ഹാബിറ്റ് എന്താണ്, നിങ്ങളുടെ അടുത്തുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്, നിങ്ങളുടെ അടുത്തുള്ള നോളജ് എന്താണ്, സോ ദാറ്റ് യു ക്യാൻ മേക്ക് 3 lakh. 3 lakhs is nothing. I'll tell you, 3 lakh is nothing. You can make it sitting in your home. India പോലെ സ്റ്റുഡിയോ ഉണ്ടെങ്കിൽ 3 ലക്ഷം ഒന്നുമല്ല. You can make it. Yes. But the thing is that എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റില്ല.
You need to have the skill, you need to have the will, and you need to have the knowledge. Is that okay? Yes. And you need to have the attitude to teach people or train people, help people, support them, give them something. നിങ്ങളുടെ നോളജും നിങ്ങളുടെ സ്കില്ലും അനുസരിച്ചിട്ട് എവിടെയെങ്കിലും ഒരു പെയിൻ ഉണ്ടെങ്കിൽ ആ പെയിനെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ എവിടെയാണ് ആ പെയിൻ ഉള്ളത്? ഏത് ഇൻഡസ്ട്രിയിലാണ് ആ പെയിൻ ഉള്ളത്? എഡ്യൂക്കേഷൻ. ബ്യൂട്ടിഫുൾ. എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ നിന്ന് ഏറ്റവും വളരുന്ന ഇൻഡസ്ട്രി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? യെസ്. $350 billion ആണ് എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിനൊക്കെ വരാൻ പോകുന്നത്. ലെറ്റ് മീ ടെൽ യു, എഡ്യൂക്കേഷനിൽ ഏത് സെക്ടറാണ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? I brought one small concept, a lifelong learning concept. And ഇതൊരു lifelong learning. Is that learning? Yeah, lifelong learning. Yes. Okay. So is this triple L? Am I right? Triple L system. Yes. Okay. Tell me. അത് ആരാണ് അതിന്റെ കസ്റ്റമർ ആരാ? Who wants that? Without age category, anybody can learn this lifelong learning. Okay. അത് ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ? അത് രണ്ടും എഫക്റ്റീവ് ആവും. മോസ്റ്റ്ലി ഓഫ്ലൈൻ ആയിരിക്കും ഒന്നുകൂടി ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഗ്രേറ്റ്. അതിന്റെ 3 അഡ്വാൻറ്റേജസ് പറയാം. ഇപ്പൊ ഞാനൊരാളാണ്, എനിക്ക് ലൈഫ് ലോങ് ലേണിംഗ് വേണം. ഞാൻ നിങ്ങളെ അപ്രോച്ച് ചെയ്യും. നിങ്ങളുടെ പേരൊന്ന് പറഞ്ഞ മിസ്റ്റർ എ എന്ന് വിചാരിക്കുക. നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ ഞാൻ വാട്ട് ആർ ദ 3 things that I will get? എനിക്കൊരു മകനുണ്ടെന്ന് വിചാരിക്കാം, 10 വയസ്സുള്ള കുട്ടിയാണെന്ന് വിചാരിക്കാം. ആ കുട്ടിക്ക് എന്താണ് ഇത് നേടാൻ പറ്റും? എത്ര പേർക്ക് മനസ്സിലായി? ഗോട്ട് ഇൻ ജി എന്ന് ടൈപ്പ് ചെയ്യാം. എനിക്ക് എന്ത് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? എൻ്റെ 10 വയസ്സുള്ള കുട്ടിക്ക് നിങ്ങൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? ടെൽ മീ. First one is leadership. Beautiful. Number 2? Second one is he can understand himself. Okay, self realization. Yeah, okay, self realization. Number 3? 3 self esteem. Sustainability and moving forward. In the മകൻക്ക് എന്താ പറ്റുക? ആദ്യം അവരുടെ നമ്മള് 5 ഇന്റർവ്യൂസ് ആണ് ഉണ്ടാവുക. Okay. Before 10th standard നമ്മൾ ഫസ്റ്റ് ഒരു ഇന്റർവ്യൂ എടുത്തിട്ട് നമ്മൾ സെലക്ട് ചെയ്യും അവരെ. Then ആ സമയത്ത് അവരുടെ ഡ്രീം കരിയർ. അതിപ്പോ നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രോസസ് പറഞ്ഞ അതല്ല. വാട്ട് ഇസ് ദാറ്റ് ദേ വുഡ് ഗെറ്റ്? Start with end in mind എന്ന് പറഞ്ഞ ഓർമ്മ. What is it they would get? What is that they would get? എന്താണ് ചെയ്യുന്നത് പറയണ്ട, എന്താണ് കിട്ടാന്ന് പറയാം. ക്ലാരിറ്റി അബൌട്ട് their self. അവരുടെ ഒരു ക്ലാരിറ്റി കിട്ടും. Good. പിന്നെ ക്ലാരിറ്റി ഇല്ലാത്ത കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ട് തേരാപ്പാരൊക്കെ നടക്കുന്നത്. So clarity, very good. Number 2? they can understand the human need to understand his or her own species. കാരണം മൾട്ടിപ്പിൾ പീപ്പിൾ ആണ് അവരുടെ കൂടെ ഉണ്ടാകും. അപ്പോ ഇവൻക്ക് ഇപ്പൊ പാട്ട് പാടാൻ കഴിവില്ലെങ്കിലും തൊട്ടടുത്തുള്ള ആള് പാട്ട് പാടുമ്പോ അവൻക്ക് കൂടെ മൂളാണെങ്കിലും പഠിക്കാൻ പറ്റും. അതിന് ഫീൽ ചെയ്യാം. ആരൊക്കെ ഹ്യൂമൻ ഹബിന്റെ മെമ്പേഴ്സ് ആരൊക്കെ ഉണ്ട്? അതിന് ടൈപ്പ് ചെയ്യാം. ഹ്യൂമൻസ് ഹബ് ഞങ്ങളൊരു ക്ലബിന്റെ പേരാണ് ഹ്യൂമൻസ് ഹബ്. അടുത്ത 14 തീയതി ഡിസംബർ 14 മാർക്ക് ചെയ്ത് കോഴിക്കോട് ഞാനും വരുന്നുണ്ട്. എൻ്റെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് റിയാസ് ഹക്കീമും വരുന്നുണ്ട്. നേരിട്ട് 1000 ആൾക്കാർക്കുള്ള സെഷനാണ്. ഇറ്റ്സ് കോൾഡ് ഹ്യൂമൻസ് ഹബ്. കാരണം അവിടെ ഞങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത്, നിങ്ങൾ അവിടെ നിന്ന് ലേൺ ചെയ്യാൻ പോകുന്നത്. ആ സിലബസ് ഒക്കെ ഞാൻ കണ്ടിട്ട് ഞാൻ തന്നെ അതിശയിച്ചു പോകുന്നുണ്ട്. ഹൗ ആം ഐ ഗോയിങ് ടു ടീച്ച് ദിസ്? സോ ബ്യൂട്ടിഫുൾ. അത് ഏത് വയസ്സുള്ള ആളായാലും വേണ്ട, ഏത് പ്രായമുള്ള ആളും, ഏത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണ ആരും തന്നെ വന്നാൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ പറയും ഐ ഗോട്ട് 100% ക്ലാരിറ്റി എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകും. അത്രക്കും നല്ല കോണ്ടന്റ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. സോ ദാറ്റ് എനി വൺ വയസ്സ് വ്യത്യാസമില്ല. അതെ, നിങ്ങളെ പ്രൊഫഷൻ ആവാം, ബിസിനസ് ആവാം, ഹോം മേക്കർ ആവാം, ആര് തന്നെ വന്നാൽ നിങ്ങൾ അവിടെ വന്നിട്ട് നിങ്ങൾ അത് കാണുകയാണെങ്കിൽ യു വിൽ ഹാവ് എ ഡിഫറെൻറ്റ് ഹ്യൂമൻ എക്സ്പീരിയൻസ്. വരണം, കാണണം. ഓക്കെ, ലെറ്റ് മീ ഗോ ബാക്ക് ടു ദ ടോപ്പിക്. ഓക്കെ, സോ കണക്ഷൻ, ഹ്യൂമൻ കണക്ഷൻ. അല്ല നിങ്ങൾ ഹ്യൂമൻ ഹബിന്റെ മെമ്പർ ആണോ? ഞാൻ ജസ്റ്റ് വാട്സാപ്പിൽ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. വാട്സാപ്പിൽ അതിൽ ജോയിൻ ചെയ്യാം. യു ബിക്കം എ പാർട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, വി വാണ്ട് പീപ്പിൾ ലൈക്ക് യു. ഓക്കെ, നമ്പർ 3. ആൻഡ് തേർഡ് വൺ, നമ്മളിപ്പോ വീട്ടിൽ ഒരു കല്യാണോ ചെറിയൊരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമ്മൾ ഫാദേഴ്സിനോ മദറിനോ ഫാമിലി ഒന്നും ബുദ്ധിമുട്ടിക്കണ്ട. അവൻ സ്വന്തമായിട്ട് മുന്നിട്ടിറങ്ങി ഇപ്പൊ കല്യാണത്തിൽ ഇത്ര പേരുണ്ടാവും, ഇങ്ങനെയാണ് അറേഞ്ച്മെന്റ്സ്, കാര്യങ്ങൾ ഇത്രയാണ് ചെയ്യേണ്ടത്. അത് ഓട്ടോമാറ്റിക്കലി അവന്റെ പ്രാക്ടിക്കൽ ലീഡർഷിപ്പ് സ്കില്ലിലൂടെയും ഞങ്ങൾ കൊടുക്കുന്ന നെക്സ്റ്റ് സ്റ്റെപ്പിലൂടെയും അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഒന്നും അറിയണ്ട, അവൻ നടത്തിക്കോളും പരിപാടി എങ്ങനെ മാനേജ് ചെയ്യണം. എത്ര പേരുടെ പാരന്റ്സ് ആയിട്ടുള്ള എത്ര പേർക്ക് ഇത് തോന്നി ഈ ഒരു 3 കാര്യം പറഞ്ഞ ഇത് വളരെ നല്ലതാണെന്ന് എത്ര പേർക്ക് തോന്നി? അത് 10 ടൈപ്പ് ചെയ്യാം. ഹൗ മെനി ഓഫ് യു ഗോട്ട് ദിസ് ഇസ് സംതിങ് ഗ്രേറ്റ്? അതായത് എൻ്റെ മകന് സെൽഫ് സസ്റ്റൈനബിലിറ്റി, അവിടെ സെൽഫ് ലീഡർഷിപ്പാണ് വരുന്നത്. എം ഐ റൈറ്റ്? കാരണം നമ്മൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഡെലിഗേറ്റ് ചെയ്യണ പോലെ. യു ഡു ഇറ്റ്, മോനെ നീ ചെയ്യും, ഈ കല്യാണം കംപ്ലീറ്റ് മോനെ ഏറ്റെടുക്കുന്ന പറഞ്ഞ പോലെ, ഈ ഒരു ഫംഗ്ഷൻ മോനെ ഏറ്റെടുക്കുക, പപ്പ ഭയങ്കര ബിസിയാന്ന് പറഞ്ഞ പോലെ. ലീഡർഷിപ്പാണത്. ഇത് നിങ്ങൾ എവിടെ സെല് ചെയ്യാൻ നോക്കിയോ? ഡിഡ് യു സെൽ ദിസ് സംവെയർ?
ആക്ച്വലി ആ 5th ഇയർ ആനിവേഴ്സറിന്റെ അന്ന് ആ പ്രോഗ്രാം എൻ്റെ ചെയ്തത് 10th +1 +2 സ്റ്റുഡൻസ് ആണ്. അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ഒരു 6 month ലീഡർഷിപ്പ് ട്രെയിനിങ്ങിലൂടെ ഡെവലപ്പ് ചെയ്ത് അവരാണ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത്. അവരാണ് ഈ ഗ്രാജുവേഷൻ സ്റ്റുഡൻസിനൊക്കെ എത്തിച്ചുകൊണ്ട് അവരോട് എക്സ്പ്ലോർ ചെയ്തത്. യെസ്, അത് ഈ ലീഡർഷിപ്പ് പ്രോഗ്രാമിലൂടെ എക്സ്പ്ലോർ എന്ന് പറയുന്നത് അവരെ ആ സ്കില്ല് എക്സ്പ്ലോർ ചെയ്തു, അതിന് ഇമ്പാക്ട് ആയിരുന്നു പിന്നീട് വന്ന റിസൾട്ടുകളൊക്കെ. ഇതാണ് അതിന്റെ ഒരു പ്രോസസ് ചെയ്യുന്നത്. ആ സമയത്ത് ഐ തിങ്ക് അബൌട്ട് മീ. ഞാന് എനിക്കൊന്നും ആ സമയത്ത് ഫണ്ട് ക്യാഷ് കൊടുക്കാതെ എനിക്ക് പല പ്രോഗ്രാമിലും പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു അന്നത്തെ കാലത്ത്. സോ ഐ തിങ്ക് അബൌട്ട് മീ, മെനി പീപ്പിൾ മേ ബി. Let me ask you this question. Who can help you to make do you have sort of business plan? Do you have a business plan for this? Allen charity rate ഇങ്ങനെ തന്നെ കൊടുക്കാനാണോ താല്പര്യം? I want to earn ചെയ്യണമെങ്കിൽ എന്തായാലും അത് ലോങ് ടേമിൽ നിലനിൽക്കണമെങ്കിൽ ഇതൊരു ബിസിനസ് പ്ലാൻ ഇനി വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് ഇപ്പൊ ആ കുട്ടികളൊക്കെ വലിയ കുട്ടികൾ ആരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാം? That's my question. Who can help you to take this to the next level and make it a business? Who can help you? I have connections, but I didn't share with them. Okay. Give me don't tell me the name. Pick up one person. നിങ്ങൾക്ക് 4-5 ആൾക്കാരെ അറിയാമെന്ന് വിചാരിക്കുക. ഒരാളെ നിങ്ങൾ മനസ്സിൽ കാണാം. ആ വ്യക്തിനോട് ഇത് പറയുമ്പം ആ വ്യക്തിൻ്റെ അടുത്ത് നിങ്ങൾക്ക് എന്തൊക്കെ വേണ്ട? Is it money or support? What type of support do you expect from that person? Currently I think investment or money. Yes. Investment. Okay. So ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റർ പോലെ ഒരു വ്യക്തിനെ നിങ്ങൾക്ക് കിട്ടണം. നിങ്ങൾ മനസ്സിൽ കാണുന്ന വ്യക്തി അത് തരാൻ ചാൻസ് ഉണ്ടോ? I'm not sure. ഞാൻ ഒരു കഥ പറഞ്ഞുതരാം. ഞാൻ ഇതേപോലെ ഈ സ്റ്റേജിൽ ഇരുന്നിട്ട് ഞാനൊരു കോച്ചിനെ കോച്ച് ചെയ്യുന്നു. ഒരു ഇന്റർനാഷണൽ കോച്ചാണ്. ആ വ്യക്തിക്ക് ഒരു വലിയൊരു എമൗണ്ട് വേണം. എത്ര പേർക്ക് മനസ്സിലാവുണ്ട്? ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഈ വ്യക്തിക്ക് ഞാൻ പേര് പറഞ്ഞില്ല, കാരണം ആൾ വളരെ ഫേമസാണ്. അപ്പം പക്ഷെ എൻ്റെ കോച്ച് ചെയ്യണ ആള്. അപ്പം എന്നോട് പറഞ്ഞു, സെൻസ എനിക്ക് ഇത്ര എമൗണ്ട് വേണം, എനിക്ക് എവിടെ നിന്നാണ് കിട്ടാന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പം ഞാനുണ്ട് ഇവിടെ. അപ്പം ഞാൻ പറഞ്ഞു, ഒറ്റ മിനിറ്റ് ചെയ്യും, നിനക്ക് പൈസ തരാൻ പറ്റുന്ന 10 ആൾക്കാരെ പേര് എഴുതി പറഞ്ഞു. അപ്പം 10 ആളെ പേര് എഴുതി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ പൈസ തരാൻ ചാൻസ് ഉള്ള ആളാരെ അത് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 10 ആക്കുക. അപ്പോൾ ആദ്യം എത്തിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുന്നു. പിന്നെ അദ്ദേഹം ഇത് എഴുതി, ഓക്കെ, ആദ്യത്തെ ആൾ ഇന്നതായിരിക്കും. അപ്പോൾ വലിയ എമൗണ്ട് കേട്ടോ, ചെറിയ എമൗണ്ട് ഒന്നുമില്ല, നല്ല വലിയ എമൗണ്ടാണ്. ഞാൻ പറഞ്ഞു, ഓക്കെ, സൂമിലാണ്. ഞാൻ പറഞ്ഞു, ഇപ്പം വിളിക്ക്, ഞാൻ കാണട്ടെ എന്ന്. അപ്പം ഇത് കട്ട് ചെയ്തു, വോയിസ് കട്ട് ചെയ്തു. പക്ഷെ ഞാൻ കാണുന്നുണ്ട് ആൾ വിളിക്കണ കാണുന്നുണ്ട്. സൂമിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ്, സെൻസായി ഡാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ്, വലിയ എമൗണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് ഡാൻ എന്ന് പറഞ്ഞു. ഞാൻ ഇനി 2ാമത്തെ ആളെ വിളിക്ക്. അപ്പോൾ ഓരോ പാർഷ്യലായിട്ട് നമുക്ക് വാങ്ങിച്ചിട്ട് നിന്റെ എന്താ വേണ്ട അത് ചെയ്യാൻ. എന്നോട് സെൻസേ അതല്ല ഡണ്ണ് നീ 2ാമത്തെ ആളെ വിളിക്കുക. അപ്പോൾ എല്ലാ സെൻസേ ഫുൾ എമൗണ്ട് ഇയാൾ തരാമെന്ന് പറഞ്ഞേക്കണം. ഹൗ മെനി ഓഫ് യു ഗോട്ട് ഇറ്റ്? ഫുൾ എമൗണ്ട് ഇയാൾ തരാമെന്ന് പറഞ്ഞു തന്നെ. അതിൻ്റെ അർത്ഥം നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കില്ല ആരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാന്നുള്ളത്. 10 ആൾ പോയിട്ട് 9 ആൾ വിളിച്ചില്ല. ഇയാൾ 10 ആൾ വിളിച്ചതും മാത്രമല്ല, ഇയാൾ പറഞ്ഞ് എനിക്ക് ക്യാഷ് ഇപ്പം തന്നെ തരണ്ട, യു ടേക്ക് 1 year സംതിങ്, അതായിട്ട് കുറച്ചിട്ട് എൻ്റെ വേറെ അക്കൗണ്ടിൽ അതിലേക്ക് അയച്ചു കൊടുത്താൽ മതി, നിൻ്റെ കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പം ചിന്തിക്കില്ല. എത്ര പേര് മനസ്സിലായി? Say you got it. ചിലപ്പോൾ ചിന്തിക്കില്ല നമ്മൾ. That's where the clarity of coaching and questioning comes in. So tell me, നിങ്ങളുടെ ഈ 5-6 ആൾക്കാരുള്ളതിൽ ഏറ്റവും ഫസ്റ്റിലെ ആളെ മനസ്സിൽ കാണാൻ ആ വ്യക്തി തരാൻ ചാൻസ് ഉണ്ടോ? 0 to 10? 5%. So yes. When can you call him? I'm challenging you. When can you call him? നിങ്ങളുടെ ഡ്രീം, നിങ്ങളുടെ ഫാദറിൻ്റെക്ക് നിങ്ങൾ വന്നപ്പം you gave value to your father. Now I'm asking you to give value to your project. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? Now give value to your project. It's your dream project. There are thousands and thousands of people who are waiting for this. Is that right? Yes or no? Yes. So I want you to think about and ask this question. When can you go and get an appointment from this person? എന്നാണ് നിങ്ങൾക്ക് ഈ വ്യക്തിയോട് സംസാരിക്കാൻ പറ്റുക? Today itself I can call him. But don't go today. ഇപ്പോൾ നിങ്ങളാണ് ആ വ്യക്തി എന്ന് വിചാരിക്കാം. നിങ്ങളാണ് ആ വ്യക്തി എന്ന് വിചാരിച്ചാൽ നിങ്ങൾ എന്തൊക്കെയാണ് ചോദ്യം, ഞാനാണ് നിങ്ങൾ എന്ന് വിചാരിക്കുക. ഓക്കെ, ഞാനാണ് ഈ പ്രസന്റേഷനിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. നിങ്ങൾ എന്നോട് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുക എന്നുള്ള ലിസ്റ്റ് ആദ്യം ഉണ്ടാക്കാം.
How many of you get Yes. എത്ര പേർക്ക് ഇത് മനസ്സിലാവുണ്ട്? നിങ്ങൾ ആ വ്യക്തിയായിട്ട് മാറിയിട്ട് നിങ്ങൾ ചോദിക്കുക, ഈ ഒരു വ്യക്തി എന്തൊക്കെ ചോദ്യങ്ങളാണ് എന്നോട് ചോദിക്കുക, ആ ചോദ്യങ്ങളൊക്കെ എഴുതിയേക്കാം. മനസ്സിലായില്ലേ? Okay. ആ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് എഴുതി വെച്ച് ആ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് അഡ്രസ് ചെയ്യാം. ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അഡ്രസ് ചെയ്യാം. ഓക്കെ, ഇൻ ഓൾ സോർട്ട് ഓഫ് ഏരിയാസ്, എല്ലാ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് അതിനെ കംപ്ലീറ്റ് അഡ്രസ് ചെയ്യുക. ഇഫ് യു ഗോട്ട് എ പ്രസന്റേഷൻ എല്ലാം പ്രിന്റഡ് ആയിട്ടുണ്ടെങ്കിൽ ചില വ്യക്തികൾ വിഷ്വൽ ആയിരിക്കും, അവർ കാണണം, ചിലർ ഓഡിറ്റർ ആയിരിക്കും, അവർക്ക് കേൾക്കും, ചിലർക്ക് അവർ ചെയ്തിട്ടാണ് കനസ്തറ്റിക് ആയിരിക്കും. അപ്പോൾ ആ വ്യക്തി എങ്ങനത്തെ വ്യക്തിയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്, അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ വളരെ നല്ലൊരു പ്രസന്റേഷൻ ഫോർമാറ്റിൽ ആക്കാൻ പറ്റുമോ? Yes, I can. Okay, so the first challenge is ask yourself X number of questions. Yes. Can you do that? Yes, sure. By when? Yeah. Today itself I can. Okay. By when will can try. you, sorry, you'll try? Yeah, I will do today itself. ട്രൈ എന്നുള്ള വാർത്താൻ ഇവിടെ പറയാൻ പാടില്ല കേട്ടോ. എല്ലാവരും ടൈപ്പ് ചെയ്യാം. നോ ട്രൈ എന്ന് ടൈപ്പ് ചെയ്യാം. ആ വാർത്താൻ ഇവിടെ പറയരുത്. ഇത് ഫാറൂഖ് സിൻസാനായിട്ട് നമ്മൾ സംസാരിക്കണം. ട്രൈ എന്നുള്ള ബിസിനസ് ഇല്ല. അത് ഇവിടെ അവോയ്ഡബിൾ, കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്ത വാക്കാം ട്രൈ എന്നുള്ളത്. നിങ്ങൾക്ക് ആ ട്രൈ അല്ല, ഇവിടെ ഡൂ ചെയ്യണം. സോ യു ഡു ദാറ്റ്. നമ്പർ 1. ആ വ്യക്തിനെ വിളിക്കാൻ പാടില്ല, ആ വ്യക്തിനെ വിളിക്കാൻ പാടില്ല എന്ന്. When can you have the presentation done? Colorful presentation by when? It could be PowerPoint, whatever it is. By when? On next Saturday. Good. Because Take your time. നിങ്ങൾ എന്നിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക, ബി ദറ്റ് പേഴ്സൺ ആൻഡ് ചാലഞ്ച് യുവർ പ്രസന്റേഷൻ. ആ വ്യക്തിയായിട്ട് നിങ്ങൾ ആ ചാലഞ്ച് ചെയ്യുക പ്രസന്റേഷൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നല്ല പറഞ്ഞത്, ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടണം. എത്ര പേർക്ക് അറിയാം? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സ്പീക്കർ അല്ലെങ്കിൽ സെൽഫ് സെൻട്രിക് എന്ന് ഞാൻ പറഞ്ഞു, ഓഡിയൻസ് സെൻട്രിക് എന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ട്? എത്ര പേർക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്? അത് ഞാൻ നേരത്തെ പറഞ്ഞത് അത് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ പ്രസന്റേഷൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കരുത്, ഓ ദിസ് ഇസ് ഗുഡ് എന്നല്ല, വിൽ ഹി ലൈക്ക് ഇറ്റ്. ഒരു കളർ, എനിക്ക് ചുവന്ന കളർ, പച്ച കളർ, ഇത് ഭയങ്കര രസമുണ്ട്, അയാൾക്കത് ഇഷ്ടപ്പെടും. How many of you got it? It has to be audience centric, not you centric. Create a presentation by Saturday. Is that right? yes. And then when are you going to call him? Another next week only, because I want to meet with my senior students. We have Beautiful. after discussion I will conclude the PPT, I think, that presentation. When can you do that? Give me a date. Look at the calendar and give me a date. Next Sunday itself I can finish the discussion, everything, PPT, include PPT. Yeah. And by when would you be having your first meeting with this gentleman? I can't meet, I can call only. Yeah, when can you call? When can you make the action? When can you take action? You tell me. Monday I will send a WhatsApp message when he is free to come Google Meet. Then only I will know. Are you ready? Now do you have a clear cut steps Yes. in front of you? Yes. 0 to 10, how clear is your project now? Now 10 I give you about the process. Baki everything is depend on his. No, adalla. I didn't talk about what's going to happen. I'm talking about the clarity, about your mind and your clarity. Tell me what is Yes, I go to clarity. 10. What was your clarity before you came in? 3 like that only. You're happy? Fully was about the future scaring, what will be happen. No much scaring. dreams. ഒരു സ്കാരിന്റെ പ്രശ്നമില്ല. നിങ്ങൾ ശരിക്കും if you get clarity about where you are and where you want to take it, no scary business at all in your life. Okay. എത്ര പേര് ഇത് മനസ്സിലായി? എത്ര പേര് മനസ്സിലായി? Me in the type here. So understand one thing. I can only show you the light. Okay. I can only show you the light. The torch is in your hand. Thank you. I got it. Happy? So ladies and gentlemen, thank you very much. നിങ്ങൾ 3 മിനിറ്റ് എക്സ്ട്രാ ഞാൻ എടുത്തു. ഞാൻ 10 എന്ന് പറഞ്ഞ് 10:33. I believe that you are happy. എല്ലാവരുടെ എൻ്റെ മൊബൈൽ നമ്പർ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഞാൻ നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കിട്ടണം. ഓക്കെ, ഫീഡ്ബാക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പം തന്നെ അയച്ചു തരാം. ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും ഫീഡ്ബാക്ക് നോക്കും, എല്ലാവർക്കും ഞാൻ മറുപടിയും തരും. ഓക്കെ, ഗിവ് മി ദ ഫീഡ്ബാക്ക്. ഐ ലവ് ടു ഗോ ത്രൂ ഫീഡ്ബാക്ക്. അത് വോയിസ് ആവാം അല്ലെങ്കിൽ ടെക്സ്റ്റ് ആവാം. മറക്കരുത്, 14 ഡിസംബർ തീർച്ചയായിട്ടും വരാം. ഓക്കെ, കാലിക്കറ്റ് ഉണ്ടാവും.